പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ആസാമിലാണ്. നമ്മുടെ വോയേജർ ഗ്രാമിൻ്റെ പുതിയ ഇവൻറ്റുകൾ ആസാം മേഘാലയൊക്കെ തുടങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നമ്മൾ കാശ്മീരിലേക്ക് 14 ദിവസം യാത്ര എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് ആളുകൾക്കുള്ള ഡൗട്ട് ഒറ്റ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തീർക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ 14 ദിവസം യാത്രയിൽ നമ്മൾ 1-2 മാസം മുന്നേ പ്രീ ബുക്കിംഗ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ബുക്കിംഗ് എടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ ടിക്കറ്റുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിൻ ടിക്കറ്റുകൾ കിട്ടുള്ളൂ. കാരണം 60 ദിവസം മുന്നേ ട്രെയിൻ ടിക്കറ്റുകൾ സൈറ്റിൽ അവൈലബിൾ ആയി തുടങ്ങും. അപ്പോൾ കേരളത്തിൻ്റെ ഏത് റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും ഇപ്പോൾ നമ്മൾ പോകുന്നത് നോർമൽ 12,610 മംഗള ലക്ഷദ്വീപിനാണ്. എറണാകുളം തൃശ്ശൂരിൽ ആലുവ, അതേപോലെ തന്നെ ഷൊർണൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഏത് റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇടയിലുള്ള മംഗള ട്രെയിൻ നിർത്തുന്ന എല്ലാ റെയിൽവേ സ്റ്റേഷനും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി അതല്ല കണ്ണൂരിൽ നിന്നോ തിരുവനന്തപുരത്ത് നിന്നോ അതിൽ എറണാകുളം അപ്പുറത്തുള്ള ആളുകളാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഒരു ഓപ്ഷൻ ഈ ഒരു മംഗള ട്രെയിനിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഡയറക്റ്റ് എറണാകുളത്ത് വന്നിട്ട് അങ്ങനെ ജോയിൻ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്, നിങ്ങളുടെ ഒരു ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രിവാൻഡ്രത്തുനിന്നോ കൊല്ലത്തുനിന്നോ അല്ലെങ്കിൽ കോട്ടയത്തുനിന്നോ ആലപ്പുഴയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും. അവിടുന്ന് വരുന്ന ട്രെയിനുകളുണ്ട്, അതിലുള്ള ടിക്കറ്റുകൾ നമ്മൾ ബുക്ക് ചെയ്യും. നമ്മൾ നേരെ ആഗ്രയിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ നിങ്ങളെ പിക്ക് ചെയ്യുന്നു. പിന്നെ നമ്മൾ ആദ്യത്തെ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ അതായത് ട്രെയിൻ AC കമ്പാർട്ട്മെൻറ്റുകളായിരിക്കും, 3rd AC കമ്പാർട്ട്മെൻ്റ് ആയിരിക്കും, ഓക്കെ, അല്ലെങ്കിൽ 3rd AC എക്കോണമി ആയിരിക്കും. കാരണം നമ്മളെല്ലാവർക്കും ഒരുമിച്ച് ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 3rd AC എക്കോണമിയാണ് എടുക്കുക. കാരണം അതിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് 2 ബോഗികൾ, അപ്പോൾ എല്ലാവർക്കും അടുത്തടുത്ത് കിട്ടും. 3rd AC ആകുമ്പോൾ കുറേ ബോഗികളുണ്ടായത് വേറെ സ്ഥലത്താണ് ഉണ്ടാവുക. 3rd AC യും 3rd AC എക്കോണമിയും തമ്മിലുള്ള റേറ്റിൻ്റെ ഡിഫറൻസ് ആകെ ഒരു 90 രൂപേൻ്റെ ഡിഫറൻസ് വരുള്ളൂ. അപ്പോൾ നമ്മൾ 3rd AC എക്കോണമി എടുത്തിട്ടാണ് പോവുക. ഇനി 2nd AC വേണ്ട ആളുകൾക്ക് 2nd AC എടുത്തരും, 1st AC വേണ്ട ആളുകൾക്ക് 1st AC എടുത്തരും, ഓക്കെ. ഇതിന് ശേഷം നമ്മൾ ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്യുന്നു. നിങ്ങൾ നമ്മുടെ കൂടെ, അതായത് നമ്മളെ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ നമ്മൾ വിളിക്കുന്നു, കോൾ അറ്റൻഡ് ചെയ്യുന്നു. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയതിനു ശേഷം ആളുകൾ റിവ്യൂ കണ്ടിട്ടായിരിക്കും നിങ്ങൾ വിളിക്കുക. അതിനുശേഷം നിങ്ങൾ നേരെ എന്ത് ചെയ്യും, നമ്മളെ കോൺടാക്ട് ചെയ്യുന്നു, ട്രിപ്പ് കൺഫേം ചെയ്യുന്നു. നമ്മൾ നേരെ യാത്ര സ്റ്റാർട്ട് ചെയ്യും. മീൻസ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും, ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുന്നു. നമ്മൾ യാത്ര തുടങ്ങുന്ന ആ ഡേറ്റിൽ നമ്മൾ നേരെ ഇവിടുന്ന് പോകുന്നു. ഫസ്റ്റ് ഡേ, അതായത് കേരളത്തിൽ ജേർണി സ്റ്റാർട്ട് ചെയ്തതിന് 3ാമത്തെ ദിവസം നമ്മൾ ആഗ്രയിലെത്തും. ആഗ്രയിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നേരെ അവിടുന്ന് ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നു, നമ്മൾ നേരെ റൂമിലേക്ക് പോകും. അതുവരെ ട്രെയിനിന് പോകും. അവിടുന്ന് പിന്നെ നമ്മുടെ പാക്കേജിൻ്റെ വണ്ടി ഉണ്ടാവും, ടെമ്പോ ട്രാവലർ, അല്ലെങ്കിൽ നമ്മൾ ആളുകൾ എത്രയാണോ അതിനനുസരിച്ചുള്ള വണ്ടി ഉണ്ടാവും. ചിലപ്പോൾ ബസ്സായിരിക്കും, ചിലപ്പോൾ 4-വീലർ ആയിരിക്കും. അവിടെ നമ്മൾ റൂമിലേക്ക് പോകുന്നു. റൂമിലെത്തിയതിന് ശേഷം ഫ്രഷപ്പ് ആവുന്നു. അവിടുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ നമ്മൾ ഫ്രഷപ്പും കാര്യങ്ങളും ആയതിനു ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. പിന്നെ നമ്മൾ നേരെ സൈറ്റ് സീയിങ് തുടങ്ങി. ലഗേജുകൾ കൊണ്ട് നമ്മൾ വണ്ടിയിൽ വെക്കുന്നു. അതിനുശേഷം നമ്മൾ നേരെ ഇവിടെ പോകും. ആഗ്രയിൽ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് പോകും. ടിക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ്. താജ്മഹലിൻ്റെ 200 രൂപേൻ്റെ അഡീഷണൽ ടിക്കറ്റ് ഉണ്ട്, താജ്മഹൽ മൗസോളിയം. അതിനുള്ളിലേക്കുള്ള ടിക്കറ്റ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് അല്ല, പക്ഷേ ബാക്കിയുള്ള ടിക്കറ്റിൽ ഇൻക്ലൂഡാണ്. ആദ്യം നമ്മൾ താജ്മഹൽ കാണും. അവിടെ 2-3 മണിക്കൂർ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം അടുത്ത് തന്നെയാണ്, ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്ത് തന്നെയാണ് ആഗ്ര ഫോർട്ട് ഉള്ളത്. ആഗ്ര ഫോർട്ട് കാണാൻ വേണ്ടിയിട്ട് പോകും. ആഗ്ര ഫോർട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ അവിടുന്ന് ഡൽഹിയിലേക്ക് വരും. ഇതിൻ്റെ ഇടയിലുള്ള ഭക്ഷണം, അതായത് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്ന് പറഞ്ഞത് ശരിക്കും ഒരു ബ്രഞ്ചായിട്ടാണ് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് 9:85 ട്രെയിൻ എത്തുക. നമ്മൾ റൂമിലെത്തുമ്പോൾ ഏകദേശം ഒരു 10 മണിയാവും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 12 മണി, ഒരു 11:30 ആകുമ്പോഴേക്കും നമ്മൾ ഇറങ്ങിപ്പോകും. അപ്പോൾ എന്ന് വെച്ചാൽ ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആവില്ല, ബ്രഞ്ചായിട്ടാണ് കഴിക്കുക. പിന്നെ ഓൾറെഡി നിങ്ങൾ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മൾ പറയുന്നുണ്ടാവും ഫുഡ് അത് ഇതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്, ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ വഴിക്ക് നമ്മൾ വാങ്ങും. അതിനുശേഷം പിന്നെ നമ്മൾ നേരെ ഇവിടേക്ക് പോകും. എവിടെ, ഡൽഹിയിൽ, ആഗ്രയിൽ താജ്മഹൽ ആഗ്ര ഫോർട്ടും കണ്ട് നമ്മൾ ഡൽഹിയിൽ പോകും. ഡൽഹിയിൽ പോകുന്ന വഴിക്ക് ഭക്ഷണം നമ്മൾ കഴിക്കാൻ ഒരു സ്ഥലത്ത് നിർത്തും. അവിടെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. അതൊക്കെ സെൽഫ് പേയ്മെൻ്റ് ആണ് വരിക. ആഗ്രയിൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് പാക്കേജിൽ ഉണ്ടാവുക. പിന്നെ നമ്മൾ ഡൽഹിയിൽ എത്തുന്നു. ഡൽഹിയിൽ എത്തിയതിന് ശേഷം അവിടെ നമ്മൾ ആദ്യം നമ്മളെ റൂമിൽ സ്റ്റേ ചെയ്യുന്നു. അതായത് 1ാമത്തെ ദിവസം കേരളത്തിൽ നിന്ന് കയറിയ 3ാമത്തെ ദിവസം നമ്മൾ ആഗ്ര താജ്മഹലൊക്കെ കണ്ടിട്ട് അന്ന് നൈറ്റ് ഡൽഹിയിലാണ് സ്റ്റേ ചെയ്യുക. 4ാമത്തെ ദിവസം രാവിലെ നമ്മൾ ഡൽഹിയിലെ എല്ലാ സ്ഥലവും, കുത്തുബ് മിനാർ, ഹിമയോൺസ് ടോംബ്, സഫ്ദർജംഗ് ടോംബ്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളും കാണും. അന്ന് ഡൽഹിയിൽ സ്റ്റേ ചെയ്യും. 4ാമത്തെ ദിവസം സ്റ്റേ ചെയ്യും. 5ാമത്തെ ദിവസം രാവിലെ നമ്മൾ ഡൽഹിയിൽ നിന്ന് നമ്മുടെ റൂമിൽ ചെക്കൗട്ട് ചെയ്യും. അതായത് 3ാമത്തെ രാത്രി നമ്മൾ ഡൽഹി സ്റ്റേ ചെയ്തു, 4ാമത്തെ രാത്രി ഡൽഹി സ്റ്റേ ചെയ്തു. 5ാമത്തെ രാവിലെ നമ്മൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ ലഗേജുകളൊക്കെ എടുത്ത് വണ്ടിയിൽ വെക്കുന്നു. പിന്നെ വീണ്ടും നമ്മൾ റിമൈനിങ് പ്ലേസിൽ രാജ്ഘട്ട്, അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ, ഇന്ത്യ ഗേറ്റ്, ജമാ മസ്ജിദ്, റെഡ് ഫോർട്ട്, ലോധി ഗാർഡൻ, സഫ്ദർജംഗ് ടോംബ്, അങ്ങനെ കുറച്ച് ബാക്കി റിമൈനിങ് പ്ലേസ് കൂടി കണ്ടിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യും. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ, അല്ലെങ്കിൽ ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ, അല്ലെങ്കിൽ സറൈറോയില റെയിൽവേ സ്റ്റേഷനിൽ 5ാമത്തെ രാത്രി നമ്മൾ ഡ്രോപ്പ് ചെയ്യും. നമ്മൾ ബസ് അവിടെ നിന്ന് പോകും. നമ്മൾ ബാക്കി എല്ലാവരും പാടെ കൂടിയിട്ട് ട്രെയിനിൽ ചെക്ക് ഇൻ ചെയ്യുന്നു. ട്രെയിനിൽ കയറിയിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യും, ജമ്മുവിലേക്ക് പോകും. ജമ്മുവിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടുന്ന് ജമ്മുവിലെ കത്ര റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോവുക. വന്ദേ ഭാരതാണ് ഇപ്പോൾ നമ്മൾ പോകുന്ന ട്രെയിൻ. അപ്പോൾ നിലവിലുള്ള പാക്കേജ് 30,000 ആയിരുന്നു. ഇപ്പോൾ ഉള്ള പാക്കേജ് 32,000 ആക്കിയിട്ടുണ്ട്. കാരണം വന്ദേ ഭാരതിൻ്റെ ടിക്കറ്റും പിന്നെ ഡൽഹിയിൽ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അടുത്ത പാക്കേജിൽ. ഇപ്പോൾ ഡേറ്റ് അനൗൺസ് ചെയ്തല്ല,
പുതിയ ഡേറ്റുകൾ വരുന്ന പാക്കേജിൽ 32,000 രൂപ വരെയാണ് 32,000 രൂപ മുതലാണ് നിങ്ങളുടെ പാക്കേജിൽ റേറ്റ് വരിക. ഓക്കെ, അങ്ങനെ സ്പീഡിൽ പറഞ്ഞിട്ട് ഒരു ഇത്. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ജമ്മുവിലെത്തും. ജമ്മുവിലെ SVDK ശ്രീമാതാ വൈഷ്ണോദേവി കത്ര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം അവിടുന്ന്, അതായത് നമ്മൾ വീണ്ടും ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ, ഡൽഹിയിൽ നമ്മൾ കയറിയ ട്രെയിൻ ഉണ്ടല്ലോ, ആ ട്രെയിനിൽ കയറിയിട്ട് വേറെ ട്രെയിനിൽ കയറും. ആ ട്രെയിനിൽ നമ്മൾ നേരെ എന്ത് ചെയ്യും, വന്ദേ ഭാരത് 3 മണിക്കൂറും 5 മിനിറ്റും നമ്മൾ നേരെ ശ്രീനഗറിലേക്ക് പോകും. ജമ്മുവിലെ ശ്രീമാതാ വൈഷ്ണോദേവി കത്രയിൽ നിന്ന് നമ്മൾ നേരെ ജമ്മുവിലേക്ക് പോകും. പിന്നെ അവിടെ എത്തിയതിന് ശേഷം പിന്നെ വീണ്ടും നമ്മുടെ ടെമ്പോ ട്രാവലർ അല്ലെങ്കിൽ അർബാനിയ അല്ലെങ്കിൽ നമ്മൾ എത്ര പേരാണോ പോകുന്നത് അത്ര പേർക്ക് അനുസരിച്ചുള്ള വണ്ടി ബുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യും വരും. അതായത് 1ാമത്തെ ദിവസം നമ്മൾ കേരളത്തിൽ കയറിയ 3ാമത്തെ ദിവസം നമ്മൾ എത്തി ആഗ്ര എത്തി, 3ാമത്തെ നൈറ്റ് ഡൽഹിയിൽ സ്റ്റേ ചെയ്തു, 4ാമത്തെ നൈറ്റും ഡൽഹിയിൽ സ്റ്റേ ചെയ്തു, 5ാമത്തെ ദിവസം ഡൽഹി കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് കയറി, 6ാമത്തെ ദിവസം നമ്മളവിടെ എത്തി ജമ്മുവിലെത്തി. 6ഉം 7ഉം 8ഉം 9ഉം നമ്മൾ കശ്മീരിൽ സ്റ്റേ ചെയ്യും. 10ാം തീയതി രാവിലെ കശ്മീർ എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ തിരിച്ചു പോരും. കശ്മീർ എത്തിക്കഴിഞ്ഞാൽ, അതായത് ഈ 6ാമത്തെ വൈകുന്നേരം നമ്മൾ കശ്മീർ എത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ റൂമിൽ ചെക്ക് ഇൻ ചെയ്യുന്നു, അന്ന് ഡിന്നർ കഴിക്കുന്നു. പിറ്റേ ദിവസം ഗുൽമർഗ്, അത് കഴിഞ്ഞിട്ട് സോനമർഗ്, അത് കഴിഞ്ഞിട്ട് പെഹൽഗാം, അത് കഴിഞ്ഞിട്ട് അതായത് മിഡിൽ പ്ലേസ്. ഇപ്പോൾ ഇങ്ങനെ വരാം, ഇത് ശ്രീനഗർ, ഇത് ഗുൽമർഗ് പോയി വരും, ഇത് സോനമർഗിൽ പോയി വരും, ഇത് പെഹൽഗാം പോയി വരും, ഇതില്ല. ഓക്കെ, അതായത് മിഡിൽ പോയിന്റ്. ഇപ്പോൾ നമ്മൾ ശ്രീനഗർ കൊച്ചിയാണ്, ആലപ്പുഴ പോകണം, മൂന്നാർ പോകണം, കോഴിക്കോട് പോകണം. അപ്പോൾ കൊച്ചിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, പരിപാടി സ്മൂത്ത് ആവുള്ളൂ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ശ്രീനഗറിൽ നിന്ന് നമ്മൾ നേരെ സോനമർഗ് പോവും, തിരിച്ചു വരും, പെഹൽഗാം പോവും, തിരിച്ചു വരും, ഗുൽമർഗ് പോവും, തിരിച്ചു വരും. ഇപ്പോൾ ലോക്കൽ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ നേരെ പോയ പോലെ തന്നെ നമ്മൾ നേരെ ശ്രീമാതാ വൈഷ്ണോദേവി കത്രയിലേക്ക് വരുന്നു ട്രെയിനിന്. അവിടുന്ന് പിന്നെ വീണ്ടും നമ്മൾ അടുത്ത ട്രെയിനിന് 3 മണിക്കൂറുണ്ട്. തിരിച്ചു പോകുന്ന സമയത്തും അങ്ങോട്ട് പോകുന്ന സമയത്തും 3 മണിക്കൂർ നമ്മൾ കത്രയിൽ ഇരിക്കണം. ബൈ റോഡ് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷേ ബൈ റോഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എപ്പോഴും എത്താൻ പറയാൻ പറ്റില്ല, കാരണം മഴയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ബുദ്ധിമുട്ടും. അപ്പോൾ പിന്നെ അവിടുന്ന് നമ്മൾ നേരെ എന്ത് ചെയ്യും, ഖത്രയിൽ നിന്ന് നമ്മൾ നേരെ ഡൽഹിയിൽ വരും. ഡൽഹിയിൽ എത്തിയതിന് ശേഷം, അതായത് 11ാമത്തെ ദിവസം നമ്മൾ ഡൽഹി എത്തും. അതായത് 6ഉം 7ഉം 8ഉം 9ഉം നമ്മളെവിടെ എത്തി, കശ്മീരിലാണ്. 10ാം ദിവസം അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ 11ാമത്തെ ദിവസം രാവിലെ നമ്മൾ ഡൽഹി എത്തും. ഇങ്ങനെയും പെർഫെക്റ്റ്ലി ഇതിൻ്റെ അൽഗോരിതം കാൽക്കുലേഷൻ ഇങ്ങനെ പറയാൻ കാരണം 6-7 വർഷമായി നമ്മൾ ഈ ഫീൽഡിൽ ഇവിടെ എത്തുന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ 11ാമത്തെ ദിവസം രാവിലെ നമ്മൾ ഡൽഹി എത്തും. അവിടുന്ന് പിന്നെ നമ്മൾ ചെറിയ ടാക്സികൾ, കാരണം തിരിച്ചു പോരുന്ന സമയത്ത് ആളുകൾ കുറവായിരിക്കും, പിന്നെ നമുക്ക് വണ്ടിൻ്റെ കംപ്ലീറ്റ് ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടുന്ന് തിരിച്ച് വരുന്ന സമയത്ത് നമ്മൾ അവിടുന്ന് ഒരു വണ്ടിയിൽ നമ്മൾ നേരെ എന്ത് ചെയ്യും, ചെറിയ വണ്ടികളിൽ നമ്മൾ നേരെ റൂമിലേക്ക് പോകും. റൂമിൽ പോകുന്നു, ഏർലി മോർണിംഗ് ചെക്കിനാണ് വരും. നമ്മളൊരു 7-8 മണിക്ക് എത്തും. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് എത്തുന്ന സമയത്ത് തന്നെ റൂം കിട്ടില്ല, കാരണം ഹോട്ടലിൻ്റെ നിയമപ്രകാരം 11 മണിക്കാണ് ചെക്ക് ഇൻ ടൈം വരിക. അപ്പോൾ 11 മണി വരെ വെയിറ്റ് ചെയ്യണം. ഇനി അതല്ല 11 മണിക്ക് വെയിറ്റ് ചെയ്യാൻ നമ്മൾ റെഡി അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്ത് നമ്മൾ നിൽക്കേണ്ടി വരും. പക്ഷേ നമ്മൾ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഗേജുകളൊക്കെ നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൽ കൊണ്ടുപോകും. പിന്നെ താൽക്കാലിക വാഷ്റൂം കാര്യങ്ങൾ അർജൻറ്റുള്ള ആളുകൾ റൂം അവൈലബിൾ ആവുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇപ്പോൾ നമ്മൾ 5 പേര് അല്ലെങ്കിൽ 10 റൂം നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് 10 റൂം കിട്ടില്ല, ആ ഹോട്ടലിൽ ആ 10-12 റൂം ഉണ്ടാവുള്ളൂ. ആ സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് അവൈലബിൾ ആയതിനനുസരിച്ച് ഇങ്ങോട്ട് തരും. 11 മണിക്ക് ശേഷമാണ് റൂം കിട്ടുക ഒഫീഷ്യലി. പക്ഷേ അത് ഒഫീഷ്യലി അതിൻ്റെ ടൈം അങ്ങനെയാണ്, പക്ഷേ നേരത്തെ ചെക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടും. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മൾ ഇപ്പോൾ ഈ 11ാമത്തെ ദിവസം നമ്മൾ ഡൽഹി എത്തി, അവിടെ ചെക്ക് ഇൻ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ നമ്മൾ നേരെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. സരോജിനി നഗർ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ എല്ലാ അടുത്ത സ്ഥലങ്ങളിലൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുന്നു. പർച്ചേസും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് നൈറ്റ് ഡൽഹിയിലേക്ക് വരും, മീൻസ് നമ്മൾ റൂമിലേക്ക് വരും. റൂമിലെത്തിയതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ബാഗും പാക്ക് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവിടെ അന്ന് രാത്രി 11ാമത്തെ രാത്രി നമ്മൾ ഡൽഹിയിൽ സ്റ്റേ ചെയ്യും. 12ാമത്തെ പുലർച്ചെ 3 മണിക്ക് നമ്മൾ റൂമും ചെക്കൗട്ട് ചെയ്യുന്നു. നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം പിന്നെ അവിടെ നമ്മൾ നേരെ ട്രെയിനിന് പുലർച്ചെ 5:45-5:30ക്കുള്ള ട്രെയിൻ നമ്മൾ നേരെ എന്ത് ചെയ്യും, നാട്ടിലേക്ക് പോകും. 14ാമത്തെ ദിവസം നാട്ടിലെത്തും. ഇങ്ങനെ നമ്മൾ പ്ലാൻ വരാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ 3 മണിക്ക് നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയില്ലേ, അങ്ങനെ ഇറങ്ങുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇപ്പോൾ രാവിലെ ബാക്കി റൂമുള്ള അങ്ങനെ ഗ്രൂപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ ആളുകൾ പോയിട്ടുണ്ട്, അപ്പോൾ ആ സമയത്ത് നമുക്ക് കിട്ടും. അങ്ങനെയാണ്, ആ ഒരു സാധനം മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇതിൽ വരുന്നത് നിങ്ങളുടെ അപ്പ് ആൻഡ് ഡൗൺ ട്രെയിൻ ടിക്കറ്റുകൾ, കംപ്ലീറ്റ് ട്രെയിൻ ടിക്കറ്റുകൾ, AC ടിക്കറ്റുകളായിരിക്കും, 3rd AC. പിന്നെ അതേപോലെ തന്നെ ഡൽഹിയിൽ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും, കശ്മീരിൽ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും, ആഗ്രയിൽ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ. പിന്നെ താജ്മഹൽ, കുത്തുബ് മിനാർ, താജ്മഹൽ, കുത്തുബ് മിനാർ, റെഡ് ഫോർട്ട്, ഹിമയോൺസ് ടോംബ്, സഫ്ദർജംഗ് ടോംബ്, അതുപോലെ തന്നെ ഈ സ്ഥലങ്ങൾ, റെഡ് ഫോർട്ട്, ഈ സ്ഥലങ്ങളിലേക്കുള്ള എൻട്രി ടിക്കറ്റുകൾ, മോസോളിയം ടിക്കറ്റുകളല്ല, മെയിൻ എൻട്രി ടിക്കറ്റുകൾ
താജ്മഹലിൻ്റെ 200 രൂപേൻ്റെ അഡീഷണൽ ടിക്കറ്റ് അത് നമുക്ക് പുറത്തുനിന്നാണ് വരിക. അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് കൗണ്ടറിൽ പോയിട്ട് എടുക്കാൻ പറ്റും. ബാക്കി എല്ലാ ടിക്കറ്റും നമ്മൾ എടുക്കും. പിന്നെ കാശ്മീരിൽ എത്തിക്കഴിഞ്ഞാൽ ഷിക്കാറ റൈഡ്, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, കംപ്ലീറ്റ് ട്രാവൽ. പിന്നെ നമ്മൾ കാശ്മീരിൽ എത്തിക്കഴിഞ്ഞാൽ ഗുൽമർഗും സോൻമർഗും പെഹൽഗാമും മെയിൻ ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മൾ എത്തുക. അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ നമ്മൾ മൂന്നാർ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ വീണ്ടും അഡീഷണൽ വണ്ടി എടുത്തിട്ട് പോകാറില്ലേ, അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ വണ്ടി എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് പോകണം. അതിൻ്റെ പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ പേയ്മെൻറ്റാണ് വരിക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുൽമർഗ്, സോൻമർഗ്, പെഹൽഗാം ഈ ഒരു മഞ്ഞ് വീഴ്ച അധികം ഇല്ലാത്ത സമയങ്ങളിലൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് തന്നെ വണ്ടി പോകും. മനസ്സിലായോ? മഞ്ഞ് വീഴ്ച സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓവർ റെയിൻഫാളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി പോകുന്ന സ്ഥലത്തേക്ക് വണ്ടി പോവുള്ളൂ. അവിടുന്ന് പിന്നെ അഡീഷണൽ വണ്ടി എടുത്തിട്ട് പോകണം. അപ്പോൾ നമ്മൾ കൂട്ടത്തിൽ കുറേ ആളുകളുണ്ടാവും. ഇപ്പോൾ പെഹൽഗാം പോയി കഴിഞ്ഞാൽ പെഹൽഗാം ടൗണിൽ നിന്ന് പിന്നെ നമുക്ക് ഒരു 2500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഒരു വണ്ടി കിട്ടും. ഒരു ടവേര അല്ലെങ്കിൽ സൂമോ, ഇന്നോവ അങ്ങനത്തെ വണ്ടി. ആ ഒരു വണ്ടിയിൽ 8-9 പേര് പോകും. ആ വണ്ടിക്ക് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം അതായത് ആദുവാലി, ബത്താവാലി, ചന്ദൻവാലി ഈ സ്ഥലങ്ങളൊക്കെ പോകും. ഇപ്പോൾ ഏപ്രിൽ 22 പെഹൽഗാം അറ്റാക്കിന് ശേഷം ബത്താവാലി മാത്രമേ ഓപ്പൺ ഉള്ളൂ. അതാകുമ്പോൾ 1500 രൂപ, 1200, 1500 റുപ്യേൻ്റെ ഉള്ളിലുള്ളൂ വരിക. അതിൽ 8 ആൾ പോകും. ഒരാൾക്ക് ഏകദേശം 200-250 റുപ്യ ചിലവ് വരുള്ളൂ. നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് പോവാണ്. 250 വരും. 250 ഇല്ല, ബത്താവാലി മാത്രമാണെങ്കിൽ 100 റുപ്യ വരുള്ളൂ. അത് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് എടുക്കും, അതായത് വരുന്ന പാസഞ്ചേഴ്സ്. പിന്നെ സോനമർഗിൽ പോകുന്ന സമയത്ത് ഗഗൻഗീറോ അല്ലെങ്കിൽ താഴെ മഞ്ഞ് വീഴുന്ന സ്ഥലത്തേക്ക് മാത്രമാണ് പോകുന്നത്. അവിടുന്ന് അഡീഷണൽ വണ്ടി എടുത്തിട്ട് നമ്മൾ പോകണം. അതിൻ്റെ എക്സ്പെൻസ് ഇതേപോലെ തന്നെ 2000-2500 റുപ്യ ഒരു വണ്ടിക്ക് വരും. അത് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് എടുക്കും. ഗുൽമർഗ് പോകുമ്പോൾ ഇതേപോലെ തന്നെ അത് അഡീഷണൽ എക്സ്പെൻസുകളാണ്. ഓക്കെ, നമ്മൾ ഐറ്റിനറി കൊടുക്കുന്ന സമയത്ത് തന്നെ ഇൻക്ലൂഷൻസും എക്സ്ക്ലൂഷൻസും നമ്മൾ പറയും. ഹിഡൻ ചാർജുകളില്ല. പിന്നെ ഒരു പ്രാവശ്യം നമുക്ക് പറ്റിയൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, അഡീഷണൽ മഞ്ഞ് വീഴുന്ന സമയത്ത് അത് കൊണ്ടുപോകുന്ന നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരുന്ന നിങ്ങളോ ഇതല്ല, പഠിച്ചോണ്ടതാണ്. അപ്പോൾ നാച്ചുറൽ കലാമിറ്റീസ് അല്ലെങ്കിൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കാശ്മീരിലേക്ക് നമ്മൾ എക്സ്പെക്റ്റഡ് ടൈമിൽ നമുക്ക് തിരിച്ചു പോരാൻ പറ്റിയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ അഡീഷണൽ റൂം എടുത്ത് നിൽക്കേണ്ടി വരും. അത് നമ്മളെ പാക്കേജുകാരുടെ ഭാഗത്ത് നല്ല വരിക. അതിലുള്ള അസിസ്റ്റൻസ്, നിങ്ങൾക്ക് എവിടെ റൂം വേണം, എങ്ങനെയാണ് ഏറ്റവും സുരക്ഷകരമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോയിട്ട് അവിടെ നമ്മൾ അറേഞ്ച്മെൻറ്റ് എടുത്തു തരും. പക്ഷേ അത് പാക്കേജിൻ്റെ ഭാഗത്തു നിന്നുള്ള എമൗണ്ട് ആയിട്ടല്ല വരിക. ഓക്കെ, അത് എക്സസ് ആയിട്ടുള്ള സാധനമാണ് വരിക. പിന്നെ കാരണം ഇങ്ങനെ ഗ്രൂപ്പായിട്ട് വരുന്ന സമയത്ത് ഇത്ര ഭീമമായിട്ടുള്ള എമൗണ്ട് വരുന്ന സമയത്ത് കൂട്ടത്തിൽ വരുന്ന ആളുകൾക്ക് ചെറിയ ചെറിയ എമൗണ്ടുകളേ വരുള്ളൂ. കാരണം അത് നമ്മളെ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത സാധനമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത് അഡീഷണൽ എക്സ്പെൻസ് ആയിട്ടാണ് വരിക. പിന്നെ ഫ്ലൈറ്റ് ഡിലേ ആയി അല്ലെങ്കിൽ ഫ്ലൈറ്റ് മിസ്സായി അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതും അഡീഷണൽ സാധനങ്ങളാണ് വരിക. ഇതൊക്കെ എക്സെപ്ഷണൽ കേസുകളാണ്, പക്ഷേ പറഞ്ഞേ പറ്റൂ. ഇങ്ങനെ വരിക. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങളല്ല വരില്ല, ഡയറക്റ്റ് ഇങ്ങനെ വരിക. ഇനി അതല്ല, നിങ്ങൾ ഡയറക്റ്റ് ഈ പറഞ്ഞ യാത്രകൾക്കിടയിൽ ഡയറക്റ്റ് ഡൽഹിയിലേക്കോ കാശ്മീരിലേക്കോ ഫ്ലൈറ്റിന് വരികയാണെങ്കിൽ എയർപോർട്ടും നമ്മൾ പിക്കപ്പ് അറേഞ്ച്മെൻറ്റ് പാക്കേജിൽ ഇതിപ്പോൾ നിങ്ങൾ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ പിക്കപ്പ് അറേഞ്ച്മെൻറ്റ് നടത്തും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ലൊക്കേഷനും അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തരും. ഇനി അതല്ല, നിങ്ങൾ പ്രവാസിയാണ്, കുട്ടികളുണ്ട്, ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അത് പിക്കപ്പ് അറേഞ്ച്മെൻറ്റ് കൊടുത്തു ചെറിയൊരു എമൗണ്ട് നമ്മളെ കൂടെ വരുന്ന ഗൈഡിനോ അല്ലെങ്കിൽ വണ്ടിക്കൂലിയും കൊടുത്തു കഴിഞ്ഞാൽ അതും സെറ്റാണ്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനടക്കമല്ല, നമ്മുടെ ബാക്കി ഗൈഡുമാർ എല്ലാവരും സ്റ്റുഡൻസാണ്. ഡൽഹിയിൽ ഇത്രയും കാലമായിട്ട് വെൽ നോൺ ഇംഗ്ലീഷും ഹിന്ദിയും അതുപോലെ തന്നെ പഞ്ചാബ്, അതുപോലെ തന്നെ രാജസ്ഥാൻ, ഡൽഹി, JNU, ജാമ്യ മില്ലിയ ഇങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച അത്യാവശ്യം വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷും ഹിന്ദിയും നമ്മളീ പോകുന്ന എല്ലാ സ്ഥലങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ആളുകളാണ്. അപ്പോൾ എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ യാത്ര വരുന്നത്. പിന്നെ ട്രെയിനിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ ഡൽഹി അതായത് കംപ്ലീറ്റ് ട്രെയിനിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കേരളത്തിൽ നിന്ന് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. അത് നമ്മുടെ പാക്കേജ് വരുന്നല്ല. തിരിച്ചു പോരുന്ന സമയത്തും നമുക്ക് അവിടുന്ന് ഇതേപോലെ പോകുന്ന വഴിയിൽ ഓരോ അറേഞ്ച്മെൻറ്റുകളൊക്കെ നമുക്ക് നടത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ 14 ദിവസത്തെ യാത്രൻ്റെ ഇങ്ങനെ വരുന്നത്. ഇനി അതല്ല, നിങ്ങൾ മാത്രമുള്ളൊരു ഗ്രൂപ്പ് നിങ്ങൾക്ക് നമ്മുടെ കൂടെ വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വരാൻ പറ്റും. നിങ്ങളൊരു 10ൽ കൂടുതൽ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഇതേ എമൗണ്ടുകളിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി 10ൽ കുറവാണെന്നുണ്ടെങ്കിൽ എമൗണ്ടുകളിൽ മാറ്റം വരും. ഇനി അതല്ല, നിങ്ങൾ ഡയറക്റ്റ് ഡൽഹിയിലേക്കാണ് ഫ്ലൈറ്റിന് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ 14 ദിവസം എന്ന് പറഞ്ഞത് 10 ദിവസം കൊണ്ട് തീരും. കാരണം ഡയറക്റ്റ് ഡൽഹിയിലേക്ക് വരുന്നു, അവിടെ നമ്മൾ കൂടെ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്കും ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്കുള്ള ഫ്ലൈറ്റിൻ്റെ ഇത് നിങ്ങൾക്ക് വരുന്നില്ല. ഇനി അതേപോലെ തന്നെ നിങ്ങൾ ഡയറക്റ്റ് കാശ്മീരിലേക്കാണ് വരുന്നതെങ്കിൽ കാശ്മീർ മാത്രമാണെങ്കിൽ 4 രാത്രി 5 ദിവസം മതി. ഇതൊക്കെ നമ്മുടെ കൂടെ വന്നിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറുകളിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. വോയിജർ ഗ്രാമിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ പിന്നെ ഇതിൽ പ്രൈസിങ് 4 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളാണ് നിങ്ങളെ കൂടെയെങ്കിൽ നിങ്ങൾ ഒരു പൈസയും തരണ്ട. ട്രെയിനാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആണ്. ഇനി അതല്ല, 4 വയസ്സിൻ്റെ മുകളിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ 4 to 8 വയസ്സുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ സീറ്റ് നിർബന്ധമായിട്ട് വരും. 4 വയസ്സുള്ള കുട്ടിക്കും സീറ്റ് നിർബന്ധമായിട്ട് വരേണ്ടി വരും.
സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ NOSB കാറ്റഗറിയിൽ നോ സീറ്റ് ബെർത്ത് അലോക്കേഷൻ എന്നുള്ള കാറ്റഗറിയിൽ നമ്മൾ ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യും. അതിൽ 50% എമൗണ്ട് ഇപ്പോൾ ടോട്ടൽ പാക്കേജിൻ്റെ 50 അല്ല, ടോട്ടൽ പാക്കേജിൻ്റെ 18,500 to 20,500 രൂപേൻ്റെ ഉള്ളിലാണ് കുട്ടിക്കുള്ള ചാർജ് വരിക. കുട്ടിക്ക് ഹാഫ് ടിക്കറ്റ് കിട്ടുകയും ചെയ്യും. ഏറ്റവും ബെറ്റർ കുട്ടി കുറച്ച് സൈസൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ടിക്കറ്റ് എടുത്ത് വരിക. കാരണം ട്രെയിനിൽ 2 ദിവസത്തെ യാത്രയാണ്, കൺജസ്റ്റഡ് ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരിക. പിന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് കരുതേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ പറഞ്ഞിട്ട്, അതിൽ ഇപ്പോൾ ഡൽഹിയാണ്, കശ്മീരാണ്, പഞ്ചാബാണ്, അല്ലെങ്കിൽ ആഗ്രയാണ്, രാജസ്ഥാൻ, ഏത് സ്ഥലത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന ക്ലൈമറ്റോ കൾച്ചറോ കാര്യങ്ങളോ ഫുഡോ കാര്യങ്ങളോ ആവില്ല. അപ്പോൾ അതിൻ്റേതുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്ത നമ്പറുകൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വോയേജർ ഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.